ഞാനാ പ്രിൻസിപ്പളാ. അതെ, നീനിപ്പോ കോളേജ് എത്താറായോ? ഞാനിത് കോളേജിൽ എത്താറായി. മോളെ ആകെ പ്രശ്നമാവുമല്ലോ. എന്താ കാര്യം? നീ റാഗിങ് ചെയ്ത പെൺകുട്ടിയുടെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലപ്പം ഞാൻ വിളിക്കുന്നത്. ആ കുട്ടിയും ലാഗ് ടീച്ചർ എല്ലാം നിനക്കെതിരെ മൊഴി കൊടുത്തോണ്ടിരിക്കുക. കാര്യങ്ങൾ എൻ്റെ കൈവിട്ട് പോവാണേ. ഇങ്ങനെ പോയാൽ എനിക്ക് നിന്നെ കോളേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ഓ പിന്നെ, എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി എല്ലാവരും വിവരം അറിയും. നിന്റെ അച്ഛൻ സൗജന്യമായി കൊടുത്ത സ്ഥലത്തായി കോളേജ് നിൽക്കുന്നത്. ആ ഒരു സ്നേഹം വെച്ചാൽ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞു. ലേഖ ടീച്ചർ വിചാരിച്ച കാര്യം നടക്കും. ആ ലേഖ ടീച്ചറോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യും. ലേഖ ടീച്ചറെ കാല് പിടിക്കാനേ എന്റെ പട്ടി വരും. മോളെ ഒന്നുകൂടി ചിന്തിക്ക്. ഒന്ന് മാപ്പ് പറഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. പിന്നെ നിനക്കെതിരെ എത്ര കംപ്ലൈന്റ് വന്നു, അപ്പോഴെല്ലാം ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? അത് സത്യാണ്. ഒന്നുകൂടി ചിന്തിക്ക്. ശരി, നാശം. ആ ലേഖനം കീഴടങ്ങുന്നതിന് ഭേദം തൂങ്ങിച്ചാവുന്നതാ. ഇന്നത്തോടെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാവും. ആ റാഗിങ് ചെയ്യപ്പെട്ട പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു. ആ നീലിമയെ എന്തായാലും കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ടീച്ചറെ, ആ കംപ്ലൈന്റ് ഒന്ന് പിൻവലിച്ചൂടെ? നോ, അങ്ങനെയൊന്നും പിൻവലിക്കാൻ പറ്റൂല. നീ ചെയ്തത് വലിയ ക്രിമിനൽ മിസ്റ്റേക്ക് ആണ്. ടീച്ചറെ, അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, ഇതെന്താ നഴ്സറി സ്കൂളോ? അവളോട് വേറൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ആ ബുള്ളറ്റ് ഒന്ന് എടുത്ത് ഓടിക്കാനും ഒരു ഇംഗ്ലീഷ് പാട്ടും പാടാനും പറഞ്ഞു. ഇതെന്താ ഇത്ര വലിയ മഹാപാപാണോ? അതേടി, അതൊരു മഹാപാപം തന്നെയാ. എടി, നീ എപ്പോഴെങ്കിലും എന്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? നീ കോളേജിൽ നിന്ന് പുറത്തു പോകാൻ റെഡി ആയിക്കോ. ഗെറ്റ് ലോസ്റ്റ്. അയ്യോ എന്താ അനീതിയാണ് സാറേ. അയ്യോ, തല്ലിയും ഭീഷണിപ്പെടുത്തിയാണോ ഞങ്ങളെ ക്രിമിനലുകളാക്കുന്നത്? ഒരു ചിരഞ്ജീവി IPS ആദർശ ധീരനാണെന്നാ നാട്ടുകാർ പറയുന്നത്. ഇതാണോ സാറേ ആദർശ ധീരത? ഈ മെത്തഡ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സോൾവ് ചെയ്യാം. വിശദമായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. നോക്ക്, പോലീസ് സർവീസിൽ കയറി അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അന്വേഷിച്ച എല്ലാ കേസിലും പ്രതിയെ പിടിച്ചിട്ടുണ്ട്, തൊണ്ടി സഹിതം. അറിയോ സാർ? അത് എനിക്ക് അറിയാം സാർ. സൈബർ സെല്ലിന്റെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെയും നുണപരിശോധനയുടെയും മൂന്നാം മുറയുടെയും സഹായത്തോടെ അല്ല ചിരഞ്ജീവി എല്ലാ ഗെയിമും ജയിച്ചത്. പക്ഷേ വേണ്ടി വന്നാൽ മൂന്നാം മുറ ഞാൻ പ്രയോഗിക്കും. അതുകൊണ്ട് ഉള്ള സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. സത്യം പറയടാ. തൊടുന്നു വേണ്ട, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനാണ് ചിരഞ്ജീവി സാർ പറഞ്ഞത്. ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ഇവൻ മോനെ, നീ വല്ലവരെയും കൊന്നില്ല? പിന്നെ നീ വല്ലയിടത്തും കവർച്ച നടത്തിയില്ല? ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ വിശ്വസിക്കും. അതെ, അവനെ കൊണ്ടുവാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. അയ്യോ അയ്യോ സാറേ, തല്ലല്ലേ. എടാ നാറി, അപ്പൊ നീയാണല്ലോ എല്ലാ കൊലപാതകം നടത്തി? എല്ലാ സത്യം ഇവൻ എന്നോട് പറഞ്ഞു. അയ്യോ സാറേ, ഞാനല്ല, ഇവനാണ് എല്ലാ കൊലപാതകം ചെയ്തത്. ഞാൻ അവന്റെ കൂടെ പോയെന്നേ ഉള്ളൂ. ഓഹോ, അപ്പൊ കാറിന്റെ അടവ് തെറ്റിച്ചതിന് ഐസക്കിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് നീയല്ലേ? അപ്പൊ രാകേഷിനെ കൊന്നത് നീയല്ലേ? ഞാനൊന്നല്ല രാകേഷിനെ കൊന്നത്. പിന്നെ ഈ രാകേഷ് എന്ന് പറയുമ്പോ നമ്മുടെ അനിരുദ്ധിന്റെ ബിസിനസ് പാർട്ട്ണറായ പ്രിയയുടെ ഭർത്താവ് രാകേഷ്. അതായത് 5 മാസം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ച ഇവരെല്ലാവരും വരുത്തി തീർന്നു. സത്യം പറയടാ, നീ എന്തിനാണ് രാകേഷിനെ കൊന്നേ? ഞാനല്ലേ കൊന്നത്. രാകേഷിന്റെ ഭാര്യ അനിരുദ്ധിനും ചേർന്ന് അയാളെ കൊന്നത്. ഞാൻ ആ വീട്ടിൽ പോയി ശവം ഒന്ന് മാറ്റി അതൊരു ആക്സിഡന്റ് ആക്കാൻ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ സാർ. അയ്യോ, അത്രേ ഉള്ളൂ സാർ. അതെ, ഇതുവരെ ഇവരും അനിരുദ്ധും ചേർന്ന് നടത്തിയ എല്ലാ ക്രിമിനൽ കേസിന്റെ FIR ഉടനെ തയ്യാറാക്കും. ശരി സാർ. സാർ എന്നോട് മാപ്പാക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഈ രണ്ടെണ്ണത്തിനെയും വേഗം വണ്ടി കയറ്റി സബ് ജയിലിലെത്തിക്ക്. നിങ്ങൾ വേഗം അവനെയും കൂട്ടിക്കൊണ്ട് വാ. ഇവരെ സെപ്പറേറ്റ് സെല്ലിൽ ഇടാവൂന്ന് വാർഡനോട് പറഞ്ഞേക്കണേ. കൊണ്ടുപോ. കൊണ്ടുപോകും സാർ.
ചാറി ആമ്പൽപ്പു ചൂടി മുല്ലമൊട്ടുകൾ പുഞ്ചിരി തൂകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. മഴത്തുള്ളികൾ മണ്ണിന് കുളിരായി പെയ്യും പോലെ, സ്നേഹമുത്തുകൾ മനസ്സിന് കുളിരായി പെയ്യും പോലെ, അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും, അകലുമ്പോൾ ഹൃദയത്തിൽ തീയായി പടരും, മനസ്സിന്റെ നൊമ്പരം തിരിച്ചറിയും. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. പൂവിതൾ പോലെ സുന്ദരമല്ലേ ഈ പ്രണയം, ഇതൾ കൊഴിയുമ്പോൾ നൊമ്പരമല്ലേ ഈ വിരഹം, അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും, നീലാവിൻ തീരത്തെ നിറദീപം കാണാൻ സ്നേഹത്തിൻ മാലാകെ നീ വരണം. തേൻമഴ ചാറി ആമ്പൽപ്പു ചൂടി മുല്ലമൊട്ടുകൾ പുഞ്ചിരി തൂകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. മോളെ ശ്രുതി, പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല, ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട്